കൊന്നത്തടി പഞ്ചായത്തിൽ ജനപ്രതിനിധി ഇരട്ടവേതനം കൈപ്പറ്റിയെന്ന ആക്ഷേപം ഉയർന്ന സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്താതെ തങ്ങൾക്കെതിരെ നടപടിയെടുത്തുന്ന ആരോപണവുമായി സംഭവത്തിൽ നടപടി നേരിട്ട തൊഴിലുറപ്പ് മേറ്റുമാർ രംഗത്ത്. മേറ്റുമാരായ പ്രിയ സുഭാഷ്, മെബി സന്തോഷ് എന്നിവരാണ് അടിമാലിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആക്ഷേപം ഉന്നയിച്ചത്. സംഭവത്തിൽ ഇവർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ നിന്നും ഇരുവരെയും ഒഴിവാക്കി സംസ്ഥാന അപ്പലേറ്റ് ഉത്തരവിട്ടിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു കൊന്നത്തടി പഞ്ചായത്തിൽ ജനപ്രതിനിധി ഇരട്ട വേതനം കൈപ്പറ്റിയെന്ന ആക്ഷേപം ഉയർന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ജനപ്രതിനിധി ചട്ടവിരുദ്ധമായി പണം കൈപ്പറ്റിയെന്ന ആക്ഷേപത്തിന് തുടർച്ചയായി സംഭവത്തിൽ കുറ്റക്കാരെന്ന് ആരോപിച്ച് മേറ്റുമാരായ പ്രിയ സുഭാഷ്, മെബി സന്തോഷ് എന്നിവരെ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ഈ സംഭവത്തിലാണ് മേറ്റുമാരായ പ്രിയയും മെബിയും ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് തങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് ഇരുവരും അടിമാലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൃത്യമായ അന്വേഷണം നടത്താതെ ഞങ്ങളുടെ തലയിലേക്ക് അത് ശരിക്കും പറഞ്ഞ് അന്വേഷിക്കാതെ വെച്ചേരിയാണ്. ഏത് മേറ്റാണോ ഏത് വർഷമാണോ ഒന്നും അന്വേഷിച്ചിരുന്നില്ല. ഞങ്ങൾ നിലവിൽ ഇപ്പോൾ മേറ്റുമാരാണ്. ഞങ്ങൾ സ്റ്റേ ഓർഡർ മേടിച്ച് ഞങ്ങൾക്ക് ഉത്തരവ് റദ്ദ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസികമായിട്ടും പണമായിട്ടാണെങ്കിലും ഒത്തിരി പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. 10-30,000 രൂപയും പോയി, 10-40 പണിയും പോയി. ഇത് കൃത്യമായിട്ട് അന്വേഷിക്കാതെയാണ് ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്തത്. മറ്റു ചില മേറ്റുമാരുടെ കാലത്താണ് ആക്ഷേപത്തിന് ഇടവരുത്തിയ പ്രവർത്തനം നടന്നതെന്ന് പ്രിയയും മെബിയും ആരോപിക്കുന്നു. സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ തങ്ങൾ സ്റ്റേറ്റ് ഓംബുഡ്സ്മാന് അപ്പീൽ നൽകുകയും അന്വേഷണം വൈകിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നടപടിയുടെ കാര്യത്തിൽ സ്റ്റേ ഓർഡർ ലഭിച്ചിരുന്നതായും ഇവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംഭവത്തിൽ ഇവർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ നിന്നും ഇരുവരെയും ഒഴിവാക്കി പിന്നീട് സംസ്ഥാന അപ്പലേറ്റ് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.